റഷ്യയുടെ വിക്ടറി ഡേ പരേഡ് ഇന്നലെ നടന്നു. ഇതിനിടയിൽ അവർ അവരുടെ യുദ്ധ ട്രോഫികളെടുത്ത് പ്രധാനമായും അമേരിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്ന M1 അബ്രഹാം, ലെപ്പർഡ് ടാങ്ക്, അതുമാത്രമല്ല നിരവധി ബ്രാൻഡ്ലി ഇൻഫൻട്രി ഫൈറ്റിംഗ് വെഹിക്കിളുകൾ, ഹംവി ഫൈറ്റിംഗ് വെഹിക്കിളുകൾ, ഇങ്ങനെ നിരവധി ട്രോഫി കളക്ഷനുകൾ എടുത്ത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, ഏതാണ് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്ന് റഷ്യക്കാരോട് ചോദിച്ച ഒരു ചോദ്യത്തിന് 80% റഷ്യക്കാരും M1 അബ്രഹാം തിരഞ്ഞെടുത്തു. തൽഫലമായി ലെപ്പർഡിനെ പിന്തിരിപ്പിച്ച് M1 അബ്രഹാം ഒന്നാമതെത്തി റഷ്യയിലേക്ക് കൊണ്ടുപോകുന്ന യുദ്ധ ട്രോഫികളിൽ. ഇതിനിടയിലാണ് റഷ്യയിൽ നിന്നും സുപ്രധാന ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. ആയുധങ്ങളെ മാത്രം ആശ്രയിച്ച് ലെപ്പർഡ് ടാങ്കുകൾ ഞങ്ങൾ നശിപ്പിച്ചില്ല, ഞങ്ങൾക്ക് ചില പ്രധാന ചാര വിവരം ലഭിച്ചു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എവിടെ അടിച്ചാൽ ലെപ്പർഡ് നശിപ്പിക്കാൻ സാധിക്കും, അവയെ എങ്ങനെ കൂടുതൽ നശിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ സുപ്രധാന വിവരങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമതായി യുദ്ധ ട്രോഫികളെ അടിസ്ഥാനമാക്കിയെടുത്ത കണക്കെടുപ്പാണ്. ഈ കണക്കെടുപ്പിൽ 80% റഷ്യക്കാരും തങ്ങളുടെ പ്രിയപ്പെട്ട യുദ്ധ ട്രോഫിയായി M1 അബ്രഹാം തിരഞ്ഞെടുത്തു. ലെപ്പർഡിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ പ്രധാന കാരണം റഷ്യക്കാർ അമേരിക്കൻ ആയുധങ്ങളെ എത്രമാത്രം വെറുക്കുന്നുവെന്ന് ഇത് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. കാരണം ലെപ്പർഡ് ടാങ്കുകളുമായും മറ്റ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആയുധങ്ങളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ അമേരിക്കൻ ആയുധങ്ങൾ നശിപ്പിക്കുന്നതിൽ റഷ്യക്കാർ കൂടുതൽ ആക്രമണാസക്തരായിരുന്നു. അതുപോലെ റഷ്യയിൽ താമസിക്കുന്ന ആളുകളും അത് വളരെ ആഗ്രഹിച്ചു. കാരണം അതൊരു വലിയ മത്സരമാണ്. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശീതയുദ്ധം അവസാനിച്ചതിന് ശേഷവും ഒരു വലിയ മറഞ്ഞിരിക്കുന്ന യുദ്ധം ഇവർക്കിടയിൽ നടക്കുന്നുണ്ട്. അതിനാൽ റഷ്യക്കാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇതിന്റെ ഒരു ചെറിയ ഉദാഹരണമായി അവർ തങ്ങളുടെ പ്രിയപ്പെട്ട യുദ്ധ ട്രോഫിയായി M1 അബ്രഹാം തിരഞ്ഞെടുത്തു. അതേസമയം റഷ്യയിൽ വിക്ടറി ഡേ പരേഡ് നടക്കുന്നു. ഈ സമയത്ത് അമേരിക്കൻ അനുകൂലികളായ പല അമേരിക്കക്കാരും ഹിറ്റ്ലറെ അമേരിക്ക പരാജയപ്പെടുത്തി എന്ന് പറയാൻ തുടങ്ങി. റഷ്യ ഇക്കാര്യത്തിൽ കാര്യമായി ഒന്നും ചെയ്തില്ല. മെയ് 9 റഷ്യ വിജയദിനം വിക്ടറി ഡേ ആഘോഷിക്കാൻ ഒരു കാരണവുമില്ല. സത്യത്തിൽ ഒരു PR സ്റ്റണ്ട് എന്ന നിലയിലാണ് റഷ്യ ഇത് ചെയ്യുന്നത് എന്ന് റഷ്യയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ ഇതല്ല സത്യം. ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാം. അതിനായി നിങ്ങൾ കാത്തിരിക്കുക. ഇപ്പോൾ നമുക്ക് ലെപ്പർഡ് ടാങ്കിലേക്ക് വരാം. ലെപ്പർഡ് ടാങ്ക് അനുസരിച്ച് ഇത് ജർമ്മനിയുടെ ഒരു പ്രധാന ആയുധമാണ്. മാത്രമല്ല യൂറോപ്യൻ ഭൂഖണ്ഡത്തിനായി സൃഷ്ടിച്ച ഒരു പ്രധാന യുദ്ധ ടാങ്കാണിത്. കാരണം ഇന്ത്യയിൽ ഒരു ടാങ്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു ടാങ്ക് ഉണ്ടാക്കുക ഇവയെല്ലാം വ്യത്യസ്തമായിരിക്കും. നമ്മുടെ പ്രദേശം അമേരിക്കയുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. അതുപോലെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പ്രാദേശിക അഖണ്ഡതയുണ്ട്. യൂറോപ്പിനെ അടിസ്ഥാനമാക്കി നോക്കിയാൽ ദിവസത്തിന്റെ പകുതിയും മഞ്ഞു വീഴും, ബാക്കിയുള്ള ദിവസങ്ങളിൽ മഴ പെയ്യും. കുറച്ചു ദിവസത്തേക്ക് മാത്രമേ ശരിയായ സൂര്യപ്രകാശവും വരണ്ട ഭൂമിയും ഉണ്ടാകൂ. അത്തരം സ്ഥലങ്ങളിൽ, അത്തരം സാഹചര്യങ്ങളിൽ പോലും ശരിയായി പ്രവർത്തിക്കാൻ, അസാധാരണമായ പ്രകടനം നടത്താൻ ഈ ലെപ്പർഡ് ടാങ്കിനെ സൃഷ്ടിച്ചു. പല വീഡിയോകളിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും. ബ്രിട്ടനിലെ ചലഞ്ചർ ടാങ്ക് ചിലയിടങ്ങളിൽ കുഴിയിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു എന്ന്. പക്ഷേ ലെപ്പർഡ് ടാങ്ക് ഇത്തരം കുഴികളിൽ കുടുങ്ങില്ലായിരുന്നു. കാരണം അത് ഒഴിവാക്കാൻ ജർമ്മൻകാർ പല സംവിധാനങ്ങളും നവീകരണങ്ങളും നടത്തി. അങ്ങനെയാണെങ്കിലും അവരൊരു മോശം തീരുമാനമെടുത്തു. അവർ അമേരിക്കയുടെ ഉപദേശം കേട്ട് ഈ ലെപ്പർഡ് ടാങ്ക് ഉക്രൈന് നൽകുമെന്ന് പറഞ്ഞു. കാരണം ഉക്രൈന് ഒരു വിദേശ ആയുധം, ആദ്യത്തെ പ്രധാന ടാങ്ക് ഈ ജർമ്മൻ നിർമ്മിത ലെപ്പർഡ് ടാങ്ക് ആയിരുന്നു. ഈ ലെപ്പർഡ് ടാങ്ക് വന്നപ്പോൾ റഷ്യ ഒരു കാര്യം പറഞ്ഞു: ജർമ്മനിയുടെ വ്യവസായത്തെ തകർക്കാൻ ഞങ്ങൾക്ക് മതിയായ അനുഭവമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഹിറ്റ്ലർ സോവിയറ്റ് റഷ്യയെ ആക്രമിച്ചപ്പോൾ അവർ സോവിയറ്റ് റഷ്യയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ യുദ്ധം നടന്നു. അതിൽ സോവിയറ്റ് റഷ്യ ജർമ്മൻ ടാങ്കുകളെ തുരത്തി ഓടിച്ചു. യുദ്ധസമയത്ത് ആയിരക്കണക്കിന് ടാങ്കുകൾ കളത്തിൽ വെച്ച് തന്നെ ചാമ്പലാക്കി. ജർമ്മൻ ടാങ്കുകൾ ഭാരമുള്ളതിനാൽ അവയുടെ കവചം തുളച്ചു കയറുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നു. പക്ഷേ റഷ്യക്കാർക്ക് ആ അനുഭവം ഇതിനകം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു. അതുപോലെ ജർമ്മനിയുടെ ടാങ്കുകൾ ഉക്രൈനിലെ യുദ്ധഭൂമിയിൽ സോവിയറ്റ് റഷ്യ തുരത്തി ഓടിച്ചു. തുടക്കത്തിൽ ജർമ്മൻ ടാങ്കുകൾ നശിപ്പിക്കാൻ റഷ്യ അവരുടെ തന്ത്രം ഉപയോഗിച്ചതായും കരുതി. തന്ത്രം ഒരു പ്രധാന കാര്യമായി ഉപയോഗിച്ചിരുന്നെങ്കിലും അകത്തു വരാനും ടാങ്കുകൾ ആക്രമിക്കാനും മൈൽഫീൽഡ് സ്ഥാപിക്കാനും അതിൽ ടാങ്കുകൾ കൊണ്ടുവരാനും പൊട്ടിത്തെറിപ്പിക്കാനും റഷ്യയുടെ തന്ത്രമാണ് പ്രധാനമെങ്കിലും ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഒരു വിവരം ലഭിച്ചു. ഞങ്ങൾ കൂടുതൽ ഇന്റലിജൻസ് ഇൻപുട്ട് ശേഖരിക്കാൻ തുടങ്ങി. ഏത് തരത്തിലുള്ള ഇന്റലിജൻസ് ഇൻപുട്ടാണ് അവർ ശേഖരിച്ചതെന്ന് ചോദിച്ചാൽ, ജർമ്മൻ ടാങ്കുകൾക്ക് ചില ദുർബലമായ പോയിന്റുകളുണ്ട്. നിങ്ങൾ എത്ര വലിയ ടാങ്ക് എടുത്താലും അല്ലെങ്കിൽ ഏത് ആയുധം എടുത്താലും അതിലൊരു പോരായ്മ ഉണ്ടാകും. എത്ര വലിയ കുറ്റകൃത്യം ചെയ്ത ആളായാലും അത് വളരെ ആസൂത്രണം ചെയ്താലും ഒരു ചെറിയ തെളിവ് അവശേഷിപ്പിക്കും. അതുപോലെ എത്ര വലിയ ആയുധമാണെങ്കിലും അതിനൊരു ബലഹീനത ഉണ്ടായിരിക്കും. റഷ്യ അതിനായി തിരച്ചിൽ തുടങ്ങി.
അങ്ങനെ റഷ്യയുടെ ചാരന്മാരിൽ നിന്ന് റഷ്യക്ക് കുറച്ച് വിവരങ്ങൾ ലഭിച്ചു. എവിടെ അടിക്കണം, ജർമ്മനിയുടെ ആർമർ ദുർബലമാകണമെന്നുണ്ടെങ്കിൽ എവിടെ തകർക്കണം എന്നുള്ള സുപ്രധാന വിവരം റഷ്യക്ക് ലഭിച്ചു. ഇതിനൊരു തെളിവായി ഒരു സംഭവം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ജർമ്മനിയിൽ റഷ്യയുടെ ചാരന്മാരുടെ എണ്ണം വർദ്ധിച്ചുവെന്ന് നിരവധി ആളുകളെ ജർമ്മൻ സർക്കാർ അറസ്റ്റ് ചെയ്തു. റഷ്യയുടെ ചില പ്രധാന സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടുത്തി. ഈ രണ്ട് സംഭവങ്ങളും ഒന്നിനൊന്ന് കണക്ട് ആക്കാം. ഇപ്പോൾ അത്തരം സുപ്രധാന വിവരങ്ങൾ ലഭിച്ചതിനു ശേഷം റഷ്യ ഈ ലെപ്പർഡ് ടാങ്കുകളുടെ ഏറ്റവും ദുർബലമായ പോയിന്റ് ലക്ഷ്യമിടാൻ തുടങ്ങി. കണ്ടെത്തിയ ആദ്യത്തെ ടാങ്കുകൾ ഉക്രൈനിയർ പ്രത്യാക്രമണത്തിനിടെ മൈൻഫീൽഡിൽ കുടുങ്ങി നശിച്ചു. അതിനുശേഷം പിടിച്ചെടുത്ത എല്ലാ ടാങ്കുകളും ട്രോൺ ആക്രമണത്തിൽ നശിക്കപ്പെട്ടു. M1 അബ്രഹാം പോലും കനത്ത കേടുപാടുകൾ സംഭവിച്ചു. അതിനുശേഷം മാത്രമാണ് റഷ്യയുടെ കൈകളിലേക്ക് എത്തിയത്. പക്ഷെ ഏതാനും ഷോട്ടുകളിൽ ഈ ജർമ്മൻ ലെപ്പർഡ് ടാങ്കുകൾ റഷ്യക്കാർ അവരുടെ ബുദ്ധിശക്തിയുടെ സഹായത്തോടെ പിടിച്ചെടുത്തു. റഷ്യക്കാർ ഇതിനായി രണ്ട് പ്രധാന തന്ത്രങ്ങൾ പിന്തുടർന്നു. ഒന്ന്, ലെപ്പർഡിനെ തളർത്താൻ, അതിനെ ചലിക്കാൻ അനുവദിക്കാതെ നിശ്ചലമാക്കാൻ അതിൻ്റെ ചക്രങ്ങളിൽ ആക്രമിക്കണം. ചങ്ങലകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവർക്ക് മറ്റു മാർഗമില്ലാതെ അത് ഉപേക്ഷിച്ച് ഉക്രൈൻസ് ഇറങ്ങി ഓടാൻ തുടങ്ങി. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ടററ്റ്. അതിന് താഴെയുള്ള പ്രദേശം ഹെവിലി ആർമേർഡ് കോട്ടിംഗ് ആയിരിക്കില്ല, അവിടെയുള്ള ആർമർ കുറവായിരിക്കും. ഈ രണ്ട് പ്രധാന തന്ത്രങ്ങളിലും റഷ്യക്ക് ധാരാളം വിജയം ലഭിച്ചു. ട്രാക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച ടാങ്കുകൾ റഷ്യൻ യുദ്ധകളത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഓപ്പറേഷൻ ശ്രേണിയിലേക്ക് തിരികെ കൊണ്ടുവരികയും മുൻനിരയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ട്രാക്കുകൾ മാത്രമല്ല, ആന്തരികമായ കേടുപാടുകൾ സംഭവിച്ച ടാങ്കുകളും ശരിയാക്കി തിരികെ കൊണ്ടുവന്നു. വിക്ടറി പരേഡിൽ തിരികെ കൊണ്ടുവന്ന ഈ ടാങ്കുകൾ റഷ്യക്ക് വലിയ അന്തസ്സായി മാറി. ഞങ്ങൾക്കെതിരെ നൽകിയ ആയുധങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്, കാണുക എന്ന് പറഞ്ഞു. ഇതിനിടയിൽ റഷ്യയിൽ നിന്ന് വന്ന ഒരു അറിയിപ്പ് F-16 വിമാനങ്ങളെ സംബന്ധിച്ച്. അത് ആണവശേഷിയുള്ള ഒരു വിമാനമാണ്. ആണവശേഷിയുള്ള യുദ്ധഹൈഡുകളെ ആണവശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഈ വിമാനത്തിൽ വിക്ഷേപിക്കാൻ സാധിക്കും. F-16 വിമാനങ്ങളെ സംബന്ധിച്ച് അത് ആണവശേഷിയുള്ള വിമാനമാണ്. ആണവശേഷിയുള്ള മിസൈലുകളെ കൊണ്ടുപോയി ഈ വിമാനം ഉപയോഗിച്ച് വിക്ഷേപിക്കാൻ സാധിക്കും. റഷ്യക്കെതിരായ ഈ വിമാനങ്ങൾ അകത്തേക്ക് വരുന്നത് റഷ്യക്കെതിരെ ഒരു ന്യൂക്ലിയർ വെപ്പൺ വരുന്നതായാണ് ഞങ്ങൾ കരുതുന്നത് എന്നും റഷ്യയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആദ്യത്തെ ജെറ്റ് F-16 ഉക്രൈനിലേക്ക് വരാൻ പോകുന്നു. റഷ്യയും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉക്രൈനിൽ സംഭവിക്കാൻ പോകുന്നതിന് ഇത് ഒരു തുടക്കമായി മാറിയിരിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.